നിന്റെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ ആരാണ്? ആരായിട്ടുണ്ടാവും? അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ. ചോദിക്കേ. നിന്റെ ഹലോ ചങ്ങായിമാരെ, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇൻട്രോ നീ എന്തെന്നാ ഇത്? നിനക്കിപ്പോൾ ടൂണെല്ലാം ഇട്ട് സ്ലോ മോഷൻ ഇടേണ്ടി വരുമല്ലോ. ഇനി കഥ പറയാം. സംഭവം ആദ്യം നിങ്ങൾ കാണേണ്ടത് എന്തെന്നറിയോ? ആദ്യം നിങ്ങൾ കാണേണ്ടത് എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു. അതിന് മുമ്പൊരു കാര്യം പറയാം. തലക്കെട്ടിലുണ്ടല്ലോ ഇഷ്ടവും നഷ്ടവും. ഈ ഇഷ്ടവും നഷ്ടവും എന്ന് പറയുന്നത് ഇഷ്ടവും നഷ്ടവും എന്ന് പറയുന്നത് സംഭവം എന്താണെന്നറിയോ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവള് ഡ്രസ്സ് മാറിയിട്ടാ. സംഭവം എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് 3 ചോദ്യം എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരം പറയുന്ന റിസ്ക്കുള്ള ചോദ്യമൊന്നുമല്ല. ഇവളുടെ 3 ഫേവറേറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇവൾ പറയുന്നു, ഇവൾ ചോദിക്കുന്നു, ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ലെങ്ത് ഇല്ല കേട്ടോ. ഈ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ്, വെറുതെ ഒരു രസത്തിനിറക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ വേറൊരു വണ്ടിയുടെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഒരു 1.5 മിനിറ്റ് ഉണ്ടാവും. അതൊന്ന് കണ്ടു നോക്ക്. ചങ്കൂറ്റുണ്ടാ ഇവളിനെ എങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യാം. അത് ചെറിയ മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പരിപാടിക്ക് കയറാം. ഓക്കെ? ഇത് പൈസ ഒക്കെ ഞാൻ ചോദിക്കുന്നത് നിന്നോട് ഇപ്പോൾ ചോദ്യമല്ല, അത് ഞാൻ വേറെ തരാം, അത് വേറെ കൊടുക്കാം. ഇതിപ്പോൾ നിൻ്റെ മാത്രം പേഴ്സണലായിട്ടുള്ള കാര്യം. ഞാൻ ചോദിക്കുന്ന സിമ്പിളായിട്ടുള്ള സംഭവമാണ്, വലിയ ഇതൊന്നുമല്ല. പള്ളിയിൽ പോകാൻ നിൽക്കുമ്പോൾ പണി കിട്ടി ഗൈസ്. എന്ത് പറ്റിയെന്ന് പറഞ്ഞൂടാ, വണ്ടി ഓണമൊന്നുമില്ല. എൻ്റെ പൊന്നെ, ഇതെന്നാ താക്കോലിടുമ്പോൾ ഫീലേ ഇല്ല. വൃത്തികെട്ടവൻ. എന്തൊരു പറ്റിയ നല്ല വേല എൻ്റെ മോനെ. ഒന്നുമില്ല. അങ്ങനെ ഞാനൊരു ഗ്യാരേജിൻ്റെ അവനെ വിളിച്ചിട്ടുണ്ട്, നോക്കാം ശരിയാവുമോന്ന്. നമുക്കുള്ള ആളെത്തി. എന്തായിന്ന് അറിയുന്നില്ല ഭായി. സുനാഫിക്കേഷൻ ഇത് എങ്ങനെ വെക്കേണ്ടിയിരുന്നു? അത് പക്ഷെ അതെന്തോ ഒരു സിഗ്നൽ പോലെ തന്നിട്ടാണ് ഞാൻ ഇന്നലെ മര്യാദയ്ക്ക് വെച്ചിട്ട് പോയത്. വണ്ടി പോയി ഗൈസ്. ജർക്കിട്ടിട്ട് സ്റ്റാർട്ടാക്കി കൊണ്ടുപോയി. സെൽഫിൻ്റെ എന്തോ പണിയുണ്ടെന്ന് തോന്നുന്നു. വാട്ട് എ നൊസ്റ്റാൾജിക്കൽ മൊമെൻറ്റ്. വട്ടത്തിൽ പണി കിട്ടാന്ന് പറയില്ലേ, അങ്ങനെ ഒരു വട്ടത്തിൽ പണി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ പൊന്നോമന ദാസേട്ടൻ, എൻ്റെ കാറ് സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി വന്നതാണ്. മുണ്ടൊക്കെ എടുത്ത് നല്ല ചെത്തി വന്ന് നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ പിന്നെ ആദ്യം വിചാരിച്ച് ബാറ്ററി ഡൗൺ ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഗ്യാരേജിൻ്റെ വന്ന് നോക്കി വണ്ടിക്ക് സെൽഫിന് എന്തോ കംപ്ലൈൻറ്റാണ്. അപ്പോൾ അവർ വണ്ടിയും കൊണ്ട് സുലായി പോയി. ഇനിയിപ്പോൾ വൈകുന്നേരം വിളിക്കുമ്പോൾ പോയിട്ട് നോക്കാം എന്ത് സംഭവമാണ്. ഒരു വണ്ടി പോയാലുള്ളൊരു അവസ്ഥ നോക്കണേ. ഞാനിതിപ്പോൾ ഒരു 15 മിനിറ്റായി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വിട്ടോ വണ്ടി അങ്ങോട്ട് ബൈക്കല്ലേ പോകുന്നുണ്ടോ? നമുക്ക് ഈ ഏരിയയിൽ പോകണതാ. ഇങ്ങനെ പോയിട്ട് എടുക്കണം. പിന്നെ എൻ്റെ ബൈക്ക് കിടക്കുന്നത് കാക്കാൻ്റെ കയ്യിലാണ്, വൈഫിൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ. വീട്ടിലൊരു വണ്ടിയുണ്ട്, അതിൻ്റെ താക്കോൽ ഹംക്ക് എൻ്റെ അനിയൻ കൊണ്ടുപോയേക്കാണ്. ഏജ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നോമ്പറക്കാൻ ഇനി ആകെ 20 മിനിറ്റുള്ളൂ. 6:30 ആകുമ്പോൾ കട അടക്കുമല്ലോ. നോക്കാം ഗൈസ്, നമുക്ക് പോകാൻ പറ്റുമല്ല നാളേക്കായോന്ന്. അവസാനം ഒരു ഓട്ടോ കിട്ടി. പക്ഷെ പകുതി വരെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരൻ പകുതിയിൽ ഇറക്കി പോയ ഉടനെ തന്നെ വേറൊരു ഓട്ടോ കിട്ടി. അങ്ങനെ ഞാൻ ജംഗ്ഷനിലെത്തി. സ്റ്റാൻഡ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് പിന്നെ ഒരു 100 മീറ്റർ തൊലിക്കണം. പൊളി തന്നെ പൊളി. നമ്മുടെ ദാസേട്ടൻ ഒറ്റയ്ക്ക് ഇവിടെ ഉറങ്ങുകയാണ്.
മറന്നുപോയാന്ന്. ഔ എത്തപ്പ കോലോ. മോൻച്ചാ ഹായ്. എന്തായിട്ടുണ്ടേ? ബ്രഷ് പോയതാ? അത് ശരി. എത്ര ആയാലൊക്കെ? 2000. അഞ്ചാ പൊന്നെ. ദാസേട്ടന് ഒന്ന് ഉഷാറാക്കിയെന്ന് പറഞ്ഞു. ആ ഇത് അത്രയും തിരിക്കണ്ട. മാഷാ അല്ലാ, പൊളിയേ പൊളി. പക്ഷെ 2200 അല്ല, പുള്ളി നമ്മളെ 1900 മേടിച്ചേ. അപ്പോൾ മക്കളെ, നമ്മുടെ കാറിൻ്റെ സംഭവം കഴിഞ്ഞ് ഇനി നമ്മുടെ ഞാൻ പറഞ്ഞ ചാലഞ്ചിലേക്കല്ല ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ തുടങ്ങാം. ഓക്കെ റിസു, ഹായ്. ഹലോ. എന്തെന്നറിയാം, ഞാൻ വലിയ സംഭവം വികാസമായ സാധനം എന്തല്ല. ഞാൻ നിൻ്റെ ഫേവറേറ്റുകൾ സിമ്പിൾ എന്ന് വെച്ചാൽ ആരും ഇതൊന്നും വലിയ സംഭവമല്ല എന്ന് നീ ആദ്യം മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയാം. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുന്നത്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആര്? ഓ അങ്ങനെ. ആ അതാ ഞാൻ പറഞ്ഞു, ഏറ്റവും സിമ്പിളായിരിക്കും. ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആര്? ഏത്? മലയാളം, തമിഴ് അങ്ങനെയൊന്നുമില്ല. ഫേവറേറ്റ് ആക്ടർ ഇപ്പോൾ നീ പറയും. ജയൻ രവി. ഇപ്പൊ രവിമോഹന്, ജയൻ രവി മാറി. അത് ശരി, അത് പണ്ടേ ഉണ്ടല്ലോ, മാറി. ഇപ്പൊ സിനിമയൊന്നും ഇല്ലടി. ജയൻ രവിനെ ബ്ലഡി ഇന്ത്യൻ കോഫി ഹൗസ്. ഇതാര് വിരുന്നവരാ? നിങ്ങളെവിടെ പോയിട്ടാ വരുന്നേ? കെട്ടല്ലുണ്ടല്ലോ. അപ്പൊ ഇന്ന് ഉഷാറായി, ഇന്ന് നോമ്പറ് ഉഷാറായി. മാഷാ അല്ലാ. ഇന്ന് സപ്പൂന്റെ വക, അത് നിന്റെതാ. അങ്ങനെ മാഷാ അല്ലാ. ഇഷാന ഇതാ കമ്പനിക്ക് വേണ്ടി 10 രൂപ ചെലവഴിച്ചിരിക്കുന്നു. ദ്വാരക്കണ്ടി വരുമല്ല. അങ്ങനെ നിന്റെ സ്പോൺസർ കിട്ടി. ആര്? നിന്നെ കണ്ട അറിയും. നീ നോമ്പോക്കി എന്നാ? നോമ്പുണ്ടോക്ക്? നിന്നുണ്ടെങ്കിൽ നോമ്പുണ്ടെന്ന് പറയാല. നിന്നെ കണ്ടെങ്കിൽ നോമ്പുണ്ടെന്ന് അറിയോ? അപ്പൊ നിന്റെ ഫേവറേറ്റ് ജയൻ രവി അല്ലേ? നടക്കട്ടെ. അടുത്തതുണ്ടല്ലോ, ഞാൻ ഇപ്പോഴും പറയുന്നത് സിമ്പിൾ തന്നെയാ. നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ബിരിയാണിയാ? അല്ല, ബിരിയാണിയല്ല. ഇപ്പൊ ആൾക്കാർ മന്തിയിലേക്കല്ല കയറി. നീ ഇപ്പോഴും ബിരിയാണിയിൽ തന്നെ ഉണ്ടാ? മന്തി ഇപ്പൊ വന്നല്ലേ, ബിരിയാണി പണ്ടേ ഇഷ്ടല്ല. മന്തി മുമ്പേ ഉണ്ടണാ. നമ്മളെ നാട്ടിലെ മുമ്പേ ഉണ്ട്. നിങ്ങൾക്കല്ല ഇപ്പൊ വന്നെന്ന് പറയേ മന്തി. ഓക്കെ. ചെറിയ റൈസ് ആയിട്ട്, വലിയ റൈസ് എനിക്ക് ഇഷ്ടമില്ല. കുഞ്ഞു റൈസ്, തലശ്ശേരി. എന്റെ ഉപ്പാക്കുന്നത്. പറയും പോലെ ഇവിടെ വാപ്പ ഷെഫാണല്ലേ? കല്യാണം എല്ലാം ഉണ്ടെങ്കിൽ നമ്മളോട് പറയട്ടാ, നമ്മളും അതിന്റെ ടീമാ. നമ്പർ കൊടുക്കണ. അടുത്ത ചോദ്യം, അതും സിമ്പിളാണ്. റിസുമ, നിന്റെ ഈ ലോകത്ത്, നിന്റെ ജീവിതത്തിൽ, നീ ഇന്ന് വരെ ജീവിച്ചിട്ട് നിന്റെ ഈ ജീവിതത്തിൽ ഇതുവരെയുള്ള ഒരുപാട് ആളുകളെ നീ കണ്ടിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞല്ലേ? അപ്പോൾ രണ്ട് ചോദ്യം സിമ്പിളായിരുന്നു. പക്ഷെ ഈ ക്വസ്റ്റ്യന് സിമ്പിൾ ആണെങ്കിലും ചിലപ്പോൾ ഇതിൽ നിനക്ക് എന്തെങ്കിലും ഒരു ചോയ്സ് വരാതിരിക്കാം. അതുകൊണ്ട് ചോദിക്കാം, നിന്റെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ ആരാണ്? എനിക്കറിഞ്ഞൂടാ ആരായിരിക്കും. നിന്നെ ചെല്ലും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെക്കാളും മൂല്യമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. പറയാ ആരായിരിക്കും? അതെന്റെ സ്വന്തം എന്റെ ഉമ്മ. മാഷാ അല്ലാ, മാഷാ അല്ലാ. എന്നും എപ്പോഴും. പക്ഷേ ചെറിയൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക്, നീ എന്നെ പറയൂന്ന്. ആ സാരമില്ല, പെറ്റുമ്മയല്ലേ. ഫസ്റ്റ് ഉമ്മ ആയിട്ടുണ്ടാവും, പിന്നെ സ്റ്റെപ്പ് ആയിട്ട് ഹസ്ബൻഡ്, അങ്ങനെ ഇങ്ങനെ. സത്യം, ഉമ്മാനേക്കാളും വലുത്. പക്ഷെ അവിടെ പിന്നൊന്നുണ്ട്. ഉമ്മാനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താന്ന് വെച്ചാലില്ലേ, നമുക്ക് നമ്മളെ ചെറുപ്പം മുതലേ കൂടെ തന്നെ കണ്ടതും നമുക്ക് എല്ലാത്തിൽ നിന്ന്. പക്ഷെ വാപ്പ അത് നിസ്സാരമല്ല. പക്ഷെ ഉമ്മാൻ ചെല്ല സാധനം നമുക്ക് തിരിച്ചു കിട്ടാലോ, പോയെങ്കിൽ തിരിച്ചു കിട്ടാലോ. ഹസ്ബൻഡ് കിട്ടും പുറത്ത്. ഉപ്പാനെ കിട്ടോ?
ഉപ്പാനെ കിട്ടാലോ ആഹാ നീ മോട്ടിവേഷൻ പറയുമ്പോ എല്ലാം നോക്കണം. ഉപ്പാനെ കിട്ടോ? പക്ഷെ ഉമ്മാനെ പോലെ വരില്ല ചെലങ്ങാരും. ഉമ്മ അത് വെറുതെ പറയുന്ന സെന്റാ. എന്ത് സെന്റ്? നീ ഇല്ലാതൊരു പ്രശ്നം ഉണ്ടോ? മൈക്കിന്റെ കണക്ടർ കട്ടായിട്ടില്ലേ? മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നീ അല്ല ഉമ്മാനെ കുറിച്ച് 2 വാക്ക് പറയല്ല പോയാ. എല്ലാമാണ്. അപ്പൊ ഉപ്പാനെ ഇഷ്ടല്ല? ഉപ്പാനെ ഇഷ്ടണ്ട്. പക്ഷെ നീ കേട്ടല്ലേ ഫസ്റ്റ് ഒരാള്. അപ്പൊ ഓക്കെ നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടേ. നീ എന്നെ പറയൂലല്ലേ ഇൻഷാ അല്ലാ. അപ്പൊ എന്റെ ചോദ്യം എന്തില്ലേ? എന്നോട് ചോദിക്കാനില്ലേ? ചോദിക്കാം. എത്ര വേണം ചോദിക്കാം. ഇതുപോലെ സിമ്പിൾ ചോദിക്കണം. അല്ലാണ്ട് ഇന്നലത്തെ പോലെ കാർ എഴുതി വെച്ചതും മറ്റേ അങ്ങനെയൊന്നല്ല. നിസ്സാരമായ ക്വസ്റ്റ്യന്. ഇവിടെ വലിയ ക്വസ്റ്റ്യൻ ഒന്നും വാല്യൂ ഇല്ല. ചുമ്മാ ചെറിയൊരു ഫേവറേറ്റ്സോ അങ്ങനെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചില്ലറ ചോദിച്ചാൽ മതി. ഓക്കെ ഞാൻ മൊബൈൽ നിനക്ക് തരാം. എനക്ക് വെച്ചോ നീ ചോദിച്ചോ. ദാസോ ചോദിക്കേ. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ. ചോദിക്കേ. നിന്റെ ഫേവറേറ്റ് ബുക്ക് ഏത്? ബാലരമ. ബാലരമയാ? ഇപ്പൊ എങ്ങനത്തെ ബുക്കെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നീ എന്താ പണ്ടത്തിൽ നിന്നിട്ടുള്ള? പണ്ടത്തേലൊന്നല്ല, ബാലരമ വായിച്ച ഒരു വ്യക്തിക്ക് ആ ബാലരമ നിനക്കറിയോ വെള്ളിയാഴ്ച ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ബാലരമക്ക് ഒരു പ്രശ്നമല്ല, ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും സ്റ്റിക്കർ കാര്യങ്ങൾ അതിൽ ഗിഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ബാലരമക്കുള്ള പൈസ കിട്ടണമെങ്കിൽ റേഷൻ കടയിൽ പോകണം മാസത്തിൽ. അതല്ലെങ്കിൽ പിന്നെ അമ്മാവന്മാരായാലും വരണം. 10 രൂപ എന്തുണ്ട് എനിക്ക് ഓർമ്മയില്ല. ഇല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടാണ് ബാലരമ എടുക്കുന്നത്. അതിന് ബാലരമ വരാൻ വേണ്ടി ഇന്നത്തെ സീരിയലിന് കിട്ടൂലടി ആ മുഞ്ച്. ഈ വെബ് സീരീസ് കാണുന്നില്ല, ആ വെബ് സീരീസിന് പോലും ഒരു തരം ആനന്ദവും ഒരു സന്തോഷമായിരുന്നു വെള്ളിയാഴ്ച വരുന്ന ഈ ബാലരമക്ക്. അതിനേക്കാൾ വലിയ ബുക്കുണ്ടാകും ഗൈസ്. നിങ്ങൾ പറ, ബാലരമ ആ പുസ്തകത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തവർക്കേ അറിയൂ. അത് വായിച്ചിട്ടുള്ളവർക്കേ ആ ഒരു നൊസ്റ്റ് കിട്ടൂ. ആ ബാലരമ വായിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾ പറ, അതിനെല്ലാം വേറെ ബുക്കുണ്ടോ? ബുക്ക് ഇഷ്ടം പോലെ. ഇപ്പോൾ ആൾക്കാരൊക്കെ രാമായണാനന്ദിയും പിന്നെ പണ്ട് എൻ്റെ പെങ്ങൾ സ്ഥിരമായിരുന്നു ഏത് നമ്മുടെ ആടുജീവിതവും അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലോ. പക്ഷേ ഞാൻ എന്ന് എവിടെ പോയി ചോദിച്ചാലും പറയും ബാലരമ. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. എന്നോട് ഈ ഫേവറേറ്റ് ആക്ടറോ അതൊന്നും ചോദിക്കണ്ട. ആക്ടറോടെ ഞാൻ അങ്ങോട്ട് പറയാം, വിജയ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ. നിന്റെ ഫേവറേറ്റ് ആയിട്ട് പോവാൻ ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസ് ഏതെന്നറിയോ? ടൂറിസ്റ്റ് പ്ലേസ് ആണോ? അല്ല, നീ കൂടുതൽ ആഗ്രഹിക്കുന്നത് പോണോന്ന്? മക്കത്ത് പോണോന്ന്. ദുബായിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ സൗദി അറേബ്യയിൽ പോകണം. സൗദിയിൽ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സൗദിയിൽ ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരു ടൂറിസ്റ്റ് ആയിട്ടാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ പലതും പറയും. അതും അതായത് മക്കത്ത് നമ്മൾ ഹജ്ജിന് പോകുന്ന ആ ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ മക്ക മാറ്റിയിട്ട് നീ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പട്ടായെന്നോ തായ്ലാൻഡെന്നോ എന്നൊക്കെ പറഞ്ഞൊന്നും വരും. എന്നെ കൊണ്ടാണോ? പട്ടായയിലാ ഗോവയിലാ? ഇല്ല, എനിക്ക് അങ്ങനെ നീ പെട്ടെന്ന് ചോദിച്ചുകൊണ്ടില്ല. ആ ക്വസ്റ്റ്യന് ഉത്തരവില്ല സത്യം പറഞ്ഞ. ഫേവറേറ്റ് പ്ലേസ് ഞാൻ ഏറ്റവും കൂടുതൽ ലണ്ടനിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുക. കുറച്ച് പൈസ വേണം. പൈസ വെറുതെ ലണ്ടനിൽ പോകാൻ പറ്റൂലല്ലോ. കുറച്ച് ലക്ഷങ്ങൾ ഏർപ്പാടാ. നമ്മളെ പോലെ 100ന്റെ 1000ന്റെ ഏർപ്പാടല്ല. അപ്പം ലണ്ടന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. ലണ്ടന് മുമ്പ് മുതലേ എനിക്ക് ആ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നെല്ലാം. പിന്നെ പറ്റുമായിരിക്കും ഇൻഷാ അല്ലാ. ചിലപ്പോൾ എന്നെ യൂട്യൂബ് രക്ഷിക്കായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ അവരുടെയൊക്കെ വീഡിയോസും ബ്ലോഗും കണ്ടിട്ട് ഞാൻ നിത്യശാന്തി കൊണ്ടോളാം. ഉപ്പള അല്ലെങ്കിൽ തൊട്ടടുത്ത കാസർഗോഡ് ജംഗ്ഷനൊക്കെ കണ്ടിട്ട് ലണ്ടൻ കൊള്ളാലോ എന്നും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്തോളാം. ഫ്ലെക്സ് ഒന്നും വേണ്ട. നമ്മളെ ഫ്രണ്ട്സിനോട് വീഡിയോ കോൾ ചെയ്തിട്ട് ഇടക്കിടക്ക് ഞാൻ കാണലുണ്ട്. അല്ലയാ നീ നിൽക്കുന്ന സ്ഥലമല്ലോ എന്ന് കാണിക്കാം. അത്രക്കും ക്രൈസാ എനിക്ക്. അടുത്ത് വെച്ചോ. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നീ ഇത്തിരി അഭിനയിച്ച ആൽബത്തില് ഏത് ആൽബമാണ് നിനക്ക് ഇഷ്ടപ്പെട്ട ആൽബം? നീ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അതില് ഒന്നും നിനക്ക് കംഫർട്ടായ പാട്ടും കംഫർട്ടായ? ഇല്ല, എനിക്ക് അതില് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എനിക്ക് രണ്ടും, അതായത് വിഷ്വലാണെങ്കിൽ പാട്ടിലാണെങ്കിൽ എനിക്ക് മുഹബത്താണ് അവനോട്. പാട്ടില് അത് പറയുമ്പോ നീ കത്തിയെടുക്കരുത്, അസീമോള് നായിക എന്ന് പറഞ്ഞിട്ട്. പാട്ടിലാണെങ്കിലും മുഹബത്താണ് അവനോട്. കാരണം എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നതും എൻ്റെ ഒരു മൂന്നാമത്തെ ആൽബവും ആളുകൾ എവിടെ പോയാലും ആദ്യം തിരിച്ചറിഞ്ഞിരുന്ന പാട്ടില് അതാണ്. പിന്നെ വിഷ്വലാണെങ്കിൽ മറന്നിട്ട് പോകാമോ,
മറന്നിട്ട് പോകാമെന്ന് പറയുന്ന ആൽബം ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ആളുകൾ കാണുമ്പോൾ അല്ല പറയുന്നത് മറന്നിട്ട് പോകാമെന്ന് കണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ കോടികൾ വ്യൂസ് വന്ന് മോഹത്താണതിനോടാണെങ്കിലും ആകെ 5 മില്യൺ എന്തോ വ്യൂസ് ഉള്ള മറന്നിട്ട് പോകാമെയാണ് ആൾക്കാർ എന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ സീരിയലിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അത് മാത്രമല്ല. പിന്നെ ഫേവറേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ പറയാനും പറ്റുന്നില്ല. ഞാനിപ്പോൾ ഒരു 100-ന് മേലെ ചെയ്തിട്ടുള്ളതിലൊരു 5-6 സാധനങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ആദ്യകാലത്ത് ഹൂദ് എന്ന് പറയുന്ന ആൽബം ഭയങ്കര ഒരു സ്വീകരണം തന്നെ. ആ അത് റിലീസ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാത്ത ആളുകളൊക്കെ വിളിച്ചിട്ട് അടിപൊളിയാന്ന് പറയുന്നത്. പക്ഷെ ഇന്നത് നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഞാൻ അഭിനയിച്ചിട്ടെന്ന് എനിക്ക് തോന്നുമെങ്കിലും അന്നത്തെ ആ സമയത്ത് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിരുന്നു ആ ഒരു ഹൂദ് എന്ന് പറയുന്ന ആൽബം. ആ ഒരൊറ്റ ആൽബം കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം പോലെ വർക്ക് വന്നിട്ടുണ്ട്. ആ വർക്ക് റെഫറൻസ് ആയി എടുത്തിട്ട് എനിക്ക് ആൽബം കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ കുറച്ചൊക്കെ ജീവിതം ബെറ്റർ ആയിരുന്നു. അപ്പോ പൊട്ടമോളൂസ് ഇത് കഴിഞ്ഞു. ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്ന, കഴിഞ്ഞില്ലേ? എനിക്ക് ഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? പിന്നെ അത് ഏത് ക്യാരക്ടർ കൂടി പറയണം. ക്യാരക്ടർ അല്ല, സിനിമയിൽ ഏത് ക്യാരക്ടറും ചെയ്യാം. സിനിമയിൽ എന്തെങ്കിലും നിങ്ങൾക്കിപ്പോ ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, ചിലപ്പോ എന്താ വില്ലനാ, ഹീറോയാ, അല്ലെങ്കിൽ സൈഡ് റോളാ, അങ്ങനെയാ ഇങ്ങനെയാ പറ്റും. ഹീറോ എന്ന് തന്നെ ആക്കൂല്ല. എന്തെങ്കിലും ഒരു കോമഡി ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. അല്ല, ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് ചെയ്യുന്ന ആൾക്കാർ എന്നെ എടുക്കണമെന്ന് വിചാരിക്കണ്ട. ഞാൻ സിനിമയുടെ ഇഷ്ടം പോലെ ഓഡീഷന് പോയൊരു വ്യക്തിയാട്ടാ. ഓഡീഷന് പോകുന്നു, അവിടെ കുറെ കോപ്രായങ്ങൾ കാണിപ്പിക്കുന്നു. ഞാനും പറയുന്നില്ല, എനിക്ക് ഓരോരുത്തരുടെ നമ്പർ വരെ ഇപ്പോൾ സേവ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇല്ലാത്ത കോപ്രായെല്ലാം കാണിച്ചിട്ട് അവസാനം സെലക്ട് ചെയ്തിട്ട് ഒരു 3-4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും എറണാകുളം അവിടെ ഇവിടെയൊക്കെ കറക്കിയിട്ട് ലാസ്റ്റ് ഒരു 4 ലക്ഷം രൂപ തരേണ്ടി വരും കേട്ടാ. ഞാനത് കേട്ട് മടുത്തൊരു വ്യക്തിയാണ്. ഇഷ്ടം പോലെ 1-2 പിന്നെ ഞാൻ നിർത്തി. എനിക്ക് വേണ്ട ഈ സിനിമ എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ആൽബത്തിൽ എത്രയൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ പോലെ ആവില്ല. സിനിമക്ക് ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം. ഞാൻ കാഞ്ഞങ്ങാട് വന്ന ഒരു സമയത്ത് ഞാൻ അവിടെ നാണം കെട്ട്. അത് പറയുന്നില്ല ഞാൻ. എറണാകുളത്ത് ഇഷ്ടം പോലെ, തൃശ്ശൂർ, ആലുവ, അങ്ങനെ പോകാൻ ഇനി സ്ഥലം ബാക്കിയില്ല. എന്നിട്ട് 2-3 സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. അതാണെങ്കിൽ പണ്ടാറക്കാലം റിലീസും ആയിട്ടില്ല. പിന്നെ സിനിമ എന്ന് പറയുന്നത് കൊച്ചുനാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു. അതുപോലെ അതുകൊണ്ട് ഞാൻ ചോദ്യം തന്നെ ചോദിക്കണ്ടായിരുന്നു. പോട്ട് അതിനെക്കൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ നീ ഒരു ആക്ടറും അത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ആക്കിയത്. സിനിമ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല, നമ്മൾ പറ്റിക്കുക. നമ്മൾ ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഓരോന്നിന്റെ പിന്നാലെ ഓടുമ്പോൾ നമ്മള് സിനിമ എന്ന് പറയുമ്പോൾ ജെനുവൻ ആയിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എല്ലാവരും 3-4 ലക്ഷം രൂപ മേടിച്ചിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ള ഏതോ ഒരു പുതിയൊരുത്തം വരുന്നു, കുറെ ആൾക്കാർ പുതിയ കാസ്റ്റിംഗ് ഇടുന്നു, എല്ലാത്തിൻ്റെ 4-5 ലക്ഷം മേടിക്കുന്നു, അയാൾ സിനിമ ചെയ്യുന്നു, അയാളെ പേരും ഇതൊക്കെ ഫേമസ് ആകുന്നു. സിനിമ പൊട്ടിയാലും അയാൾക്ക് നാളെ പറയാമല്ലോ ഞാനൊരു സംവിധായകനാണ്. അതൊക്കെ ഉണ്ട്. പോട്ടെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ആ മൊബൈൽ മേടിച്ച് റിജുമാനും കൂടി ആഡ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മുത്തുമണി സാർ, നമ്മുടെ കുഞ്ഞു ഫാമിലി വ്ളോഗാണ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ് അൽഹംദുലില്ലാ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഏത് സമയത്തും വരാം. മനുഷ്യർ അങ്ങനെയാണല്ലോ, ഒരുത്തൻ നന്നാവാൻ സമ്മതിക്കൂല എന്നുള്ള ആളുകൾ കുറേ ഉണ്ട്. പക്ഷെ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ ആരെയും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ കമൻറ്റിന് റീപ്ലൈ ഒക്കെ കൊടുത്ത് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് എൻ്റെ പേഴ്സണലി ഞാൻ എന്നെ പറയുകയാണെങ്കിൽ ഞാനൊരു സാധുവാണ്. എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഞാൻ എത്രത്തോളം ഭ്രാന്ത് കളിച്ചിട്ടാണ് വീഡിയോ ഇടുന്നതെന്ന്. വേണമെങ്കിൽ എനിക്ക് കടക്ക് പിടിച്ചിട്ട് പിന്നെ നമസ്കാരം, സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് കാര്യമില്ല. ഞാൻ ജെനുവിനായിട്ട് എൻ്റെ ക്യാരക്ടർ ഇതാണ്. ഈ ഭ്രാന്ത് നിനക്ക് സൈക്കിൾ എടുക്കാനൊന്നും വിടില്ല. പോടാ, നീ ഇൻട്രോ കൊളാക്കി, ഇതിപ്പോൾ വൈൻഡപ്പം കൊളാക്കുമോ? അവനെ സൈക്കിൾ പുറത്തെടുക്കാനാ. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, നിങ്ങൾ ചൊറിയാൻ വരുന്നുണ്ടെങ്കിൽ ചൊറിഞ്ഞ് എനിക്ക് യാതൊരു വിഷമമില്ല. സ്നേഹിക്കുന്നവരോട് മക്കളെ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരും. കട്ടൊക്കെ കൂടെ വയ്ക്കുക. ആദ്യമായിട്ട് ചാനൽ കയറിയതാണെങ്കിൽ എൻ്റെ പൊന്നു മുത്തുമണീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ കണ്ട എല്ലാവരോടും ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. നിങ്ങളെ കമൻറ്റാണ് നമ്മുടെ ഒരു വിജയലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സുലായി മക്കളെ പറയുന്നില്ലേ, ബൈ ബൈ. അത് മാത്രം അവള് പറയൂ. ബൈ ബൈ.